ചാരു ഫുഡും കൊണ്ടുവന്നാണോ? ഉം. എന്നാ പിന്നെ കൈ കഴുകിയിട്ട് വാ. ആഹാ, ഇത് കുറച്ചധികം ഉണ്ടല്ലോ. സാറിനും കഴിക്കാൻ എടുക്കട്ടെ? ഓ വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അത് സാരല്ല, എന്നെ ഇതിന്ന് ഷെയർ ചെയ്യാം. ദാ. ചാരു സൂപ്പർ ആയിട്ടുണ്ട്. ആകാശേ, താനല്ലേ പറഞ്ഞ ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന്? എന്തിനാണോ വെറുതെ വയറ് കേടാക്കുന്നത്? നല്ല ചൂടോടെ കൃത്യസമയത്ത് ഇതുപോലെ ഭക്ഷണം കൊണ്ടെത്തിക്കാൻ ചാരുവിനെ പോലെ ഒരു ഭാര്യ ഉള്ളപ്പോൾ ആകാശ്, റിയലി യു ആർ എ ലക്കി പേഴ്സൺ. ആഹാ, നല്ല അസല് മീൻകറി. നന്നായിട്ടുണ്ട് കേട്ടോ. എന്റെ ഭാര്യ പാചകത്തിന് പിന്നോട്ടാണോ? രാവിലെ എണീറ്റ് എന്തൊക്കെയാ ഉണ്ടാക്കി പാക്ക് ചെയ്തു തരും. ഞാനത് ഉച്ചയാകുമ്പം കഴിച്ചും തീർക്കും. അവക്ക് വിഷമാവരുതല്ലോ. കുറെ നാളായി ഇതുപോലെ നല്ല കറി കൂട്ടി കഴിച്ചിട്ട്. ആകാശേ, താനെന്താ കഴിക്കാതിരിക്കുന്നേ? കഴിക്കേ, ഇല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ തീർക്കും കേട്ടോ. അല്ല, സാറ് കഴിച്ചോ, ഇറ്റ്സ് ഓക്കെ. ചാരു, റിട്ടയർമെന്റിന് മുമ്പ് ചാരുവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ട്രീറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക്സ്. ചാരു, നാളെ ഇതുപോലെ കൊണ്ടുവന്നാൽ നന്നായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ജോലി കുറയും, എനിക്ക് നല്ല ഭക്ഷണവും കഴിക്കാം. അതിനെന്താ സാർ, കൊണ്ടുവരാലോ. ചാരു എന്നും ഭക്ഷണം കൊണ്ട് വരുന്നത് ആകാശം ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല സാർ. ആകാശ് പറഞ്ഞൊന്നും നോക്കണ്ട ചാരു, ഞാൻ പറഞ്ഞാളോ ആകാശിനോട്. ഓക്കെ. സൂപ്രണ്ട് സാർ അങ്ങനെയൊക്കെ പറയും എന്ന് വെച്ച് ഭക്ഷണം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ കഴിക്കാൻ വീട്ടിലോട്ട് വന്നോളാം.
ആ ആരൊക്കെ ഉണ്ടാവും കമ്മിറ്റിക്ക്? ഏ ഏ? ആ. ഒരു മിനിറ്റ്. എന്താ ചാരു കയ്യില്? ഒന്നുമില്ലല്ലോ. എന്തോ ഉണ്ടല്ലോ. ഞാൻ കണ്ടതല്ലേ ചാരു എന്നെ കണ്ടപ്പോ മറച്ചു പിടിച്ചത്. സത്യമായിട്ടൊന്നുമില്ല രമേശ് ചേട്ടാ. ദേ കൈ നോക്കിയേ, ഒന്നുമില്ല. ഈ കൈയല്ല, മറ്റേ കൈ കാണിക്ക്. ദേ ഒന്നുമില്ലല്ലോ. ചാരു, രാഷ്ട്രീയത്തിൽ ഞാൻ കാണിക്കാത്ത വേലകളില്ല. ആ എന്നെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തേച്ചി, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നാ. ഞാൻ എന്ത് കള്ളത്തരം കാണിക്കും? എന്നാലും എന്തോ ഉണ്ട്. ഒന്നുമില്ല, നീ പോരുന്ന് പഠിച്ചേ. ചെല്ലു ചെല്ലു. ശരി ശരി. നീ ഇതെവിടെ നോക്കിയാടി നടക്കണേ? അമ്മായി ഞാൻ അവിടെ സഹായം രാവിലെ സഹായിച്ചതൊക്കെ മതി, പോങ്ങോട്ട്. എന്താ മോളെ? ഒന്നുമില്ല, വെറുതെ.